2 ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് ഇപ്പോൾ ദിയ കൃഷ്ണൻ്റെ ഡെലിവറി സ്റ്റോറി ആയിട്ടുള്ള ഒരു വീഡിയോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല ആൾക്കാരും പല വീഡിയോസ് ഇട്ടിട്ടുമുണ്ട്. അതുപോലെ തന്നെ അതിന് താഴെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും കുറേ കമൻറ്റ് ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് ഇട്ടിട്ട് ഈ ഒരു വീഡിയോ കാണുന്നവരോട് നിങ്ങൾക്ക് ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് പോകാം. കാരണം ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത് ഈ ഒരു ഡെലിവറി സ്റ്റോറിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ നിങ്ങളിപ്പോൾ കാണുന്നുള്ളൂ. അത് യഥാർത്ഥത്തിൽ ഒരു സ്ത്രീ പ്രസവിക്കുന്ന സമയത്ത് അനുഭവിക്കുന്ന അതിൻ്റെ ആ ഒരു വേദനയോ അതിൻ്റെ ഒരു കരച്ചിലൊന്നും നിങ്ങൾ ഫുള്ളായിട്ട് കാണുന്നില്ല. കാരണം ഈ ഒരു പ്രോസസ്സ് എന്നുള്ളത് ചിലവർക്ക് പെട്ടെന്ന് നടക്കും, ചിലവർക്ക് മണിക്കൂറുകളോളം ഒരു ദിവസം ഫുള്ള് സമയമെടുത്തിട്ട് വേദന സഹിച്ച് പ്രസവിക്കുന്ന കൂട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അനുഭവിക്കുന്ന ഒരു സ്ത്രീൻ്റെ മാനസികാവസ്ഥയും വേദനയും ഒന്നും പറയുന്നവർ മനസ്സിലാക്കുന്നില്ല. ഇതൊരു വീഡിയോൻ്റെ അടിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ അച്ഛനും നമുക്ക് നാണുമില്ലേ പബ്ലിക്കായിട്ട് ഇങ്ങനെ മകളുടെ ഡെലിവറി വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസക്ക് വേണ്ടിയിട്ടുള്ള യൂട്യൂബ് ചാനലായത്. അങ്ങനെ പല നെഗറ്റീവായിട്ട് കമൻറ്റ് കണ്ടിട്ടുണ്ട്. ഈ നെഗറ്റീവ് അടിക്കുന്ന എത്ര ആൾക്കാർക്ക് സ്വന്തം ഭാര്യയുടെയോ സഹോദരിൻ്റെയോ പ്രസവം ലൈവായിട്ട് അവരെ കൂടെ നിന്നിട്ട് കാണാൻ ധൈര്യമുണ്ട്? ആർക്കും ഉണ്ടാവില്ല. അഥവാ ഉണ്ടെങ്കിൽ കൂടി നമ്മുടെ ഹോസ്പിറ്റലിൽ ചില ഹോസ്പിറ്റലുകളിൽ അതിങ്ങനെ അലൗഡ് ആയിരിക്കില്ല, ഹസ്ബൻഡിനെയോ പിന്നെ അമ്മയോ അങ്ങനെ അലൗഡ് ആവില്ല. ചില പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മാത്രം ഈ ഒരു നമ്മുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് അവർ സമ്മതിക്കും. ഇതിലൊരു ചെറിയ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് വരെ നമ്മൾ ഏതൊരു മനുഷ്യനാണെങ്കിലും കൈക്കാണെങ്കിലും കാലിനാണെങ്കിലും തലക്കാണെങ്കിലും നമ്മൾ തിരിച്ചു വരുമോ, അഥവാ തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഞാനും പ്രസവിച്ചതാണ്, ഞാൻ എപ്പോഴും എടുത്തിട്ട് പ്രസവിച്ചിട്ടുള്ളത് 5 സെൻറ്റിമീറ്റർ ഓപ്പൺ ആയാലും മാത്രമേ അവർ എപ്പിടുള്ള തരൂ. ആ ഒരു ടൈമിൽ വരെ ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഞാൻ എങ്ങനെ എനിക്ക് എപ്പിടുള്ള തരുമോ, കാരണം എപ്പിടുള്ള തരേണ്ട ഡോക്ടർ വേറെ എന്തിനോ അനസ്തേഷ്യ കൊടുക്കാൻ പോയിട്ടാണല്ലേ. അപ്പം എനിക്ക് ആ സമയമാകുമ്പോഴത്തേക്ക് ബോധം കെട്ട് ഞാൻ കയ്യിലുള്ളതെല്ലാം എറിഞ്ഞ് പൊട്ടിച്ച് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും സാധനങ്ങളെല്ലാം എറിഞ്ഞ് പൊട്ടിച്ച് ഞാൻ PV ചെയ്യാൻ വിട്ടിട്ടില്ല. അങ്ങനെ എപ്പോഴുള്ളത് അതിന് ശേഷമാണ് ഞാൻ PV ചെയ്യാൻ വിട്ടതും. കിടന്ന് ഉറങ്ങി ഡോക്ടർ വന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് ചെക്ക് ചെയ്യുമ്പോൾ കുട്ടീൻ്റെ തല പുറത്തേക്ക് വന്ന് അവിടെയുള്ള നേഴ്സുമാരെ വഴക്ക് പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് എൻ്റെ കൂടെ ഹസ്ബൻഡിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഹസ്ബൻഡിൽ ഉള്ളിൽ കയറ്റാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു 4 മണി മുതൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് മാത്രമേ കൂടെ ഇല്ലാണ്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ഹസ്ബൻഡിന് ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് അവർ ഡ്രസ്സെല്ലാം തയ്യാറാക്കി നിൽക്കുന്ന സമയത്ത് ഉള്ളിൽ കയറി എന്നെ സാധാരണ ബെഡിൽ നിന്ന് ലേബർ റൂമിലെ ബെഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് ഞാൻ പ്രസവിച്ച് കഴിഞ്ഞേന്. അപ്പോൾ ഹസ്ബൻഡിനുള്ളിൽ വരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. ഡെലിവറി കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ചിൻ്റെ പെയിൻ കൊണ്ട് ഞാൻ കരുതുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് പുറത്തും ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനോട് കരയുന്നത്, പ്രസവം കഴിഞ്ഞതല്ലേ, പിന്നെ എന്തിനാ കാര്യം, നോക്ക് എന്തെങ്കിലും പറ്റുമോ? അപ്പോൾ പുറത്ത് നിൽക്കുന്ന കൂട്ടർക്കും അതിൻ്റേതായ വിഷമങ്ങളുണ്ട്. ഈ ഇമോഷൻസ് ഒന്നും അറിയാത്ത കൂട്ടറാണ് ഇങ്ങനെ വെറുപ്പിക്കുന്ന കമൻറ്റുമായിട്ട് പോയി കമൻ്റ് ഇടുക. പ്രഗ്നൻ്റ് ആകുന്നത് മുതൽ ഒരു സ്ത്രീയിൽ പല മാറ്റങ്ങൾ സംഭവിക്കും. ആദ്യത്തെ നാളുകളിൽ ഭക്ഷണം വേണ്ടി വരില്ല, ഛർദിയായിരിക്കും, ഭർത്താവ് അടുത്തിരുന്ന് ഇഷ്ടമുണ്ടാവില്ല, സോപ്പിൻ്റെ മണം ഇഷ്ടമുണ്ടാവില്ല, അതുപോലെ അരി വാർക്കുന്നതിൻ്റെ മണം ഇഷ്ടമുണ്ടാവില്ല, അങ്ങനെ പലതും ആയിരിക്കും. നോർമൽ ഡെലിവറി ആണെങ്കിൽ സെക്ഷൻ ആണെങ്കിൽ രണ്ടിൻ്റെതായ വേദനയുണ്ട്. ചിലർ പറയുമോ നീ കീറി മുറിച്ചിട്ടല്ലേ എടുത്ത്, നീ പ്രസവ വേദന അറിയാണ്ടല്ലേ പ്രസവിച്ചത്. പക്ഷേ രണ്ടിൻ്റെയും വേദന 2 തരത്തിലാണ്. നോർമൽ ഡെലിവറി ആണെങ്കിൽ പ്രസവിക്കുന്ന സമയത്തുള്ള വേദന, പിന്നെ ചെറിയ സ്റ്റിച്ചിൻ്റെ പെയിന് മാത്രം, അത് നമുക്ക് സഹിക്കാൻ പറ്റും. പക്ഷേ സെക്ഷൻ ആണെങ്കിൽ നീളത്തിൽ കീറിയെടുക്കും. എത്ര ആൾക്കാർ ഇതിൽ സെക്ഷൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. യൂട്യൂബിലെല്ലാം ഇഷ്ടംപോലെ സെക്ഷൻ്റെ വീഡിയോ ഉണ്ട്. അതെല്ലാം ഒന്ന് പോയിട്ട് നിങ്ങൾ കണ്ടു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പലയിടത്തും പ്രസവിച്ച് നിൽക്കുന്ന സമയത്ത് പലരോടും പോയിട്ട് പറയില്ല നീ കീറി മുറിച്ചിട്ടല്ലേ എടുത്ത, നീ വേദന അറിയാണ്ടല്ലേ പ്രസവിച്ചെന്നുള്ള കാര്യം. ഒരു സ്റ്റീലിൻ്റെ ഒരു നീളമുള്ള സാധനം അതിലിട്ട് കുട്ടീനെ ഇങ്ങനെ വലിച്ചിട്ടെടുക്കുക. പല ലെയറും കട്ട് ചെയ്തിട്ടാണ് കുട്ടീനെ പുറത്തെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ഇടും അവർ. എത്രയോ നീളത്തിൽ കീറിയ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞിട്ട് അവർക്ക് തുമ്മാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, ജലദോഷം പിടിച്ചിട്ടുണ്ടെങ്കിൽ ചുമക്കാൻ പറ്റില്ല, ഇരിക്കാൻ വരെ പറ്റൂല. അത്രയും സഹിച്ചിട്ടാണ് ഓരോ സ്ത്രീയും കുഞ്ഞിനെ പ്രസവിക്കുന്നതും വളർത്തുന്നതും വലുതാക്കുന്നതും. അതെല്ലാം മുന്നിൽ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഓപ്പറേഷൻ ചെയ്ത സമയത്ത് കുട്ടി മരിച്ച്, പിന്നെ അമ്മ മരിച്ച്, ഉള്ളിൽ കത്രിക മറന്നു വെച്ച്, പഞ്ഞി മറന്നു വെച്ച്, അങ്ങനെ പല വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ള ചിന്തയിൽ കൂടെയാണ് നമ്മൾ ഒരു ഡെലിവറിക്ക് പോകുന്നതും വരുന്നതും എല്ലാം. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രസവിക്കാൻ പോയ സമയത്തുള്ള കഥ. അമ്മ പ്രസവിക്കാൻ കിടന്ന സമയത്ത് തൊട്ടപ്പുറത്തെ ബെഡിൽ ഒരു സ്ത്രീ വേദന എടുത്തിട്ട് കരഞ്ഞ സമയത്ത് ഒരു സീനിയർ നേഴ്സ് വന്നിട്ട് കാലിന് നല്ല ടൈറ്റായിട്ട് ഒരു അടി കൊടുത്തിട്ട് പറഞ്ഞു, എന്താ നിനക്ക് അറിഞ്ഞൂടെ ഇത്രയും വേദന ഉണ്ടാവുമെന്ന്, പിന്നെ എന്തിനാ നീ പണിക്ക് നിന്നതെന്ന്. അപ്പോൾ അത്രയും റൂഡായിട്ട് സംസാരിക്കുന്ന ആൾക്കാർ അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. പക്ഷേ എല്ലാവരും ഒന്നും പറയുന്നില്ല. എനിക്ക് കിട്ടിയ എന്തോ ദൈവഭാഗ്യത്തിന് എൻ്റെ കൂടെ നിന്ന നേഴ്സുമാർ, മലയാളി നേഴ്സുമാർക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം നല്ല സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു കമൻറ്റെല്ലാം നോക്കിയിട്ട് മനസ്സിലാവും എത്രത്തോളം ഓരോ ഹസ്ബൻഡാണെങ്കിലും മക്കളാണെങ്കിലും അവരെ അമ്മയും ഭാര്യയും പ്രസവിക്കുന്നത് ഇത്രയും പെയിനും എല്ലാ ഇതും അനുഭവിച്ചിട്ടാണെന്നുള്ള കാര്യം ഈ ഒരു കമൻറ്റ് തന്നെ വല്ലാണ്ട് ടച്ച് ചെയ്തിട്ടുള്ളൊരു കമൻറ്റാണ്. അത് ഞാൻ അപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കമൻറ്റ് നിങ്ങൾക്ക് വായിച്ചു നോക്കിയിട്ടാകുമ്പോൾ ഈ ഒരാളോട് നല്ലോണം ബഹുമാനം എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. കാരണം ഒരു സ്ത്രീനെ സംബന്ധിച്ചിട്ട് പ്രസവ സമയത്തും പ്രസവിച്ചതിന് ശേഷവും പ്രസവിക്കുന്നതിന് മുന്നേ ആണെങ്കിലും ആ ഒരു പീരീഡ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു ഭർത്താവിൻ്റെ ഒരു പ്രസൻസാണ്. അത് കിട്ടാത്ത പല ആൾക്കാരുണ്ട്.
ആ ഒരു പ്രഗ്നൻ്റ് ആയിട്ട് ആ ഒരു ടൈമിൽ പ്രസവിക്കേണ്ട ടൈമിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന കൂട്ടരുണ്ട്. ആ ഒരു സമയത്ത് ഭർത്താവിനെ നഷ്ടപ്പെടുന്ന കൂട്ടരുണ്ട്. പ്രവാസിയായിട്ട് പോകുന്ന കൂട്ടരുണ്ട്. അങ്ങനെ പല ആൾക്കാരുണ്ട്. ഈ ഒരു വീഡിയോ എത്ര ആൾക്കാർ കാണുന്നോ അതിൽ എത്ര ആൾക്കാർക്ക് പൂജേനെ പറ്റിയിട്ട് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പൂജേൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് നിതിൻസ് ഡ്രീം വേൾഡ് എന്നാണ്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച കുട്ടിയാണ്. ഞാൻ ഒക്ടോബറിൽ പ്രസവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസംബറിൽ പ്രസവിക്കുന്നത്. ആ ഒരു ടൈമിൽ പ്രസവിക്കുന്നതിന് മുന്നെയാണ് ഓളെ ഹസ്ബൻഡിനൊക്കെ നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ സ്റ്റാറ്റസ് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് ഞാൻ വിചാരിക്കും ദൈവമേ ഈ ഒരു ടൈമിൽ ഉണ്ടെങ്കിൽ ആ ഏട്ടന് എത്ര സന്തോഷമുണ്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിലും ഓൾ പറഞ്ഞതിൽ വെച്ചിട്ട് നല്ലൊരു ഏട്ടനാണ്. നല്ലോണം പഠിക്കും. പൂജ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്. ഒരു മാസം മുന്നേ നിതിനേട്ടനും പൂജയും കുട്ടിയായിട്ടുള്ള ഒരു സ്വപ്നം ഞാൻ കണ്ടിട്ട് പൂജക്ക് ഷെയർ ചെയ്തിട്ടാണ് ഞാൻ വാട്സാപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം പൂജ പറഞ്ഞത് ഒരിക്കലും നടക്കില്ല, ഈ ജന്മത്തിൽ ഒരിക്കലും നടക്കില്ല, ഭാഗ്യമുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും ഈ ഒരു അങ്ങനെയുള്ള ഒരു കാഴ്ച എനിക്ക് വേണം എന്നുള്ള ഒരു കമൻറ്റ് ഓൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രസവിക്കുന്ന വേദന, ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദന കണ്ടിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരെ മനസ്സ് മാറിയിട്ടില്ലെങ്കിൽ നിങ്ങളെ മൈൻഡിനെ മാറ്റാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾക്ക് അഥവാ പറ്റുമെങ്കിൽ കൂടി നിങ്ങളുടെ ഭാര്യയോ സഹോദരിയോ പ്രസവിക്കുന്ന സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ലേബർ റൂമിലേക്ക് കയറി അവരെ വേദനയും എങ്ങനെയല്ല എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞാലും മാത്രമേ നിങ്ങളുടെ മൈൻഡ് ചിലപ്പോൾ മാറും. അത് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഇങ്ങനെ നെഗറ്റീവ് ഇടുന്ന കമൻറ്റ് ഇത്രയും ഇതായിട്ടുള്ള മനസ്സുള്ള കൂട്ടരും നാട്ടിലുണ്ട്. പറയുന്നവർ വീട്ടിലുള്ള അമ്മക്കും ഭാര്യക്കും സഹോദരിക്കും ഒരു വിലയും ഒരു റെസ്പെക്റ്റും കൊടുക്കാത്തവരാണെന്ന് മനസ്സിലായി. ഈ ഒരു ഡെലിവറി വീഡിയോ കണ്ടിട്ടെങ്കിലും പല ആൾക്കാർക്കും സ്ത്രീകളോട് ബഹുമാനവും സ്നേഹവും തോന്നി എന്നറിഞ്ഞതിൽ തന്നെ വളരെയധികം സന്തോഷം.